ഇങ്ങനെയാണോ യൂട്യൂബിൻ്റെ വീഡിയോയിൽ ഇത് വരുന്നത് എനിക്കറിയണം. ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത്. ഇത് എങ്ങോട്ടാണ് കണ്ണ് നോക്കണമെന്ന് പോലും എനിക്കറിയണം കർത്താവേ. സോ ഈ വീഡിയോ ആക്ച്വലി എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലായിട്ട് കുന്തള ഗാന്ധി ഹെയർ ഓയിലിനെ പറ്റിയിട്ടപ്പോൾ എനിക്ക് കുറേ കമൻസും അതേപോലെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാമെന്ന് വെച്ചിട്ട് ഐ തോട്ട് ഓഫ് മേക്കിംഗ് ദിസ് വീഡിയോ. ആദ്യം തന്നെ ഞാൻ ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ ആക്ച്വലി എൻ്റെ നല്ല ഹെയർ ഫോൾ ഉള്ള ടൈമിൽ ഞാൻ ഇത് യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് റിവേഴ്സ് സംഭവിച്ചത്, അതായത് എൻ്റെ ഹെയർ ഫോൾ കുറഞ്ഞു. ഞാനാണെങ്കിൽ ഭൂമിക വേദിക്സ് പോലെയുള്ള ഹെയർ ഓയിൽസ് ഒക്കെ ഇങ്ങനെ അത്യാവശ്യം എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ നോക്കിയിട്ടുള്ള ആളാണ്. കൊള്ളില്ല എന്നോ അങ്ങനെയല്ല ഞാൻ പറയണേ, പക്ഷേ എനിക്കത് വർക്കായില്ലായിരുന്നു. എനിക്കത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഹെയർ ഫോളും ഡാൻഡ്രഫും ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ള ഇഷ്യൂ അത് കുറഞ്ഞില്ല. മേ ബി എൻ്റെ ഗട്ട് ഹെൽത്തിൻ്റെ ഒക്കെ അത് ഉണ്ടായിരുന്നേക്കും കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നന്നായി ഞാൻ വെള്ളം കുടിക്കും. എൻ്റെ ഫുഡ് ഞാൻ പ്രോപ്പറായിട്ട് ജങ്ക് ഫുഡില്ല, എനിക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഗോയിങ് ഗുഡ്. പിന്നെ ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് സൈഡ് എഫക്ട്സ് എന്ന് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഇത് ആദ്യം ഈ ഓയിൽ വാങ്ങിച്ചപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞു, ഒരു കാരണവശാലും ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് ഷാമ്പു ചെയ്യാതിരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഈ ലോറിയലിൻ്റെ ഇതിൻ്റെ ഷാമ്പു ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ചേച്ചി പറയുന്നത് കേട്ടില്ല. ഞാൻ ഓയിൽ ചെയ്ത് ഒരു 15-20 മിനിറ്റോളം ഇത് യൂസ് ചെയ്തിട്ട് ഷാമ്പു ചെയ്യാണ്ട് ഞാൻ അന്ന് കിടന്നു. എനിക്ക് നീർക്കെട്ടൊക്കെ, സൈനസ് മൈഗ്രെയിനൊക്കെ ഉള്ള ആളാണ് ഞാൻ. എനിക്കിതെല്ലാം കൂടെ നീര് വെച്ച് ആകെ സീനായിപ്പോയി. എനിക്കത് നല്ലൊരു പനിയിലേക്ക് അത് കൊണ്ടുപോയി. സോ നിങ്ങളത് എങ്ങനെ ട്രൈ ചെയ്യാതിരിക്കുക. ഇപ്പം ഞാൻ ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഓയിൽ യൂസ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് മാക്സിമം മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കും, നേരെ പോയി കുളിക്കും. ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്നത് ഇവരുടെ തന്നെ ഈ ഷാമ്പു ആണ്. ഇതിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കളറുള്ളൊരു ഷാമ്പു ഉണ്ട്, അതും നല്ലതാണ്. ഇതൊന്നും നമ്മുടെ താരം കളയാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഗട്ടിലാണ് ഇഷ്യൂ എങ്കിൽ എത്ര ഷാമ്പു ഇട്ടാലും അന്നേരം പോവും, നെക്സ്റ്റ് ഡേ വീണ്ടും വരും, ഇച്ചിങ് ഒക്കെ നിങ്ങൾക്ക് വരും. സോ ഗട്ട് ആദ്യം നമ്മൾ ക്ലീൻ ആവാൻ നോക്കണം. ഇനി ഇതിൻ്റെ പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണാമോ 255 എന്നാണ് തന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചപ്പോൾ എത്രയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുമല്ലേ, വീഡിയോ ഇടണമെന്നൊന്ന് വിചാരിച്ചിട്ട് പോയി വാങ്ങിച്ചല്ലായിരുന്നു. ഇതാണെങ്കിൽ എനിക്ക് കുറേ നാളായി ഞാൻ ഉപയോഗിക്കുക, ഈ ഓയിൽ തീരുന്നുമില്ല. ഞാൻ എന്നും ഹെയർ വാഷ് ചെയ്യുന്ന ആളല്ല, പക്ഷേ ഓൾട്ടർനേറ്റീവ് ഡേയ്സ്, ഇനി എനിക്ക് വല്ല പനിയൊക്കെ ആണെങ്കിൽ 2 ദിവസം, അത് ഇനി 3rd ഡേയിൽ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. പിന്നെ ഈ ഷാമ്പു യൂസ് ചെയ്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, എനിക്ക് പൊതുവെ ഇത്തിരി മടിയുള്ള കൂട്ടത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ. ആ കണ്ടീഷണർ യൂസ് ചെയ്തൊരു മുടിയൊക്കെ ഉണങ്ങി, അതായത് ഒരു 3 hours ഒക്കെ കഴിയുമ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യും. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ യൂട്യൂബിൽ കണ്ടൊരു ഇത് വെച്ചിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ്. ചിലരിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വാഷ് ചെയ്ത് കളയാറുണ്ട്. ഞാൻ സംടൈംസ് ഉള്ളി, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ, ഡേയ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ അത് വാഷ് ചെയ്യാറുള്ളൂ. വാഷ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് എനിക്കിതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഹെയർ കളർ മാറുമെന്നോ അങ്ങനെ എന്തൊരു ചോദ്യം വന്നു. അതെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് ക്ലിയർ ആയില്ല. ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടിയിലെ നര പോവുക, അല്ലെങ്കിൽ ഹെയർ കളർ ബ്രൗൺ ആവുക, അങ്ങനെയൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. എൻ്റെ ഹെയർ ഓൾറെഡി കളർ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അതിനോടുള്ളൊരു ഉത്തരം എനിക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരായാലും ഇപ്പം കുഞ്ഞു പിള്ളേർക്ക് ഉപയോഗിക്കാം, വലിയവർക്ക് ഉപയോഗിക്കാമെന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല. ബിക്കോസ് എനിക്ക് ആയുർവേദമായിട്ടൊന്നും അറിയില്ല. ഇത് ഞാൻ ആ കടയിൽ ചെന്ന് ആ ചേച്ചി എനിക്കിപ്പോഴും ആ ചേച്ചിയുടെ നന്ദിയുണ്ട്, ഈ ഒരു ഓയിൽ പറഞ്ഞു തന്നതുകൊണ്ട്. എനിക്ക് വർക്കൗട്ട് ആയത് ഇതാണ്. ഞാൻ കുഞ്ഞിലേ തൊട്ട് വീട്ടിൽ കാച്ചിയ എണ്ണ ഉപയോഗിക്കാറ്. വേറെ പല എണ്ണ ഏതൊക്കെ ട്രൈ ചെയ്തെങ്കിലും ഒന്നും എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ എണ്ണ ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് വർക്കൗട്ട് ആയില്ല. കോട്ടക്കലിൻ്റെ ഈ ഓയിൽ ഞാൻ കോട്ടക്കലിൻ്റെ ട്രൈ ചെയ്തുള്ളൂ, എനിക്ക് വർക്കായി ആക്ച്വലി. ഇനി ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ ആദ്യമായിട്ട് ഹെയർ ഓയിൽ ട്രൈ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഒറ്റയടിക്ക് പോയി ഇത് ചെയ്യരുത്. നിങ്ങൾ ഒന്നെങ്കിൽ ഒരു മുടിയുടെ ഒരു ചെറിയ ഭാഗമോ അങ്ങനെ വല്ലതും ചെയ്യുക, അല്ലെങ്കിൽ അറിയുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്യുന്നത് നല്ലത്. എന്നെപ്പോലെ സൈനസോ മൈഗ്രെയിനൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്.